Okay, good morning, dear students. അപ്പോൾ ഇന്ന് we can discuss about the role and functions of managerial economist. അപ്പോൾ already we discussed that the major decisions in a business concern is taken by the economist. അല്ലേ, ഒരു സെപ്പറേറ്റ് പോസ്റ്റ് തന്നെ ഉണ്ട് മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിസ്റ്റാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻ മേക്കിങ്സ് ചെയ്യുന്നത് അല്ലേ. The managerial economist plays an important role in helping the management decision making and forward planning. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിനുമെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് മാനേജീരിയൽ എക്കണോമിസ്റ്റ് അല്ലേ. ഹി ഹാസ് ടു ടേക്ക് സോ മെനി ഡിസിഷൻസ് ഫോർ ദ ഫേം. അപ്പോൾ ഒരു ഡിസിഷൻസ് മാത്രമല്ല, ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടത് ഉണ്ട് ഈ മാനേജീരിയൽ എക്കണോമിസ്റ്റിന്. ഹിസ് മെയിൻ ടാസ്ക് ഈസ് ടു മേക്ക് ഗുഡ് ഡിസിഷൻസ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് വെറും മിയർ ഡിസിഷൻ മേക്കിംഗ് മാത്രമല്ല, ഏറ്റവും സ്യൂട്ടബിളായ നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും സ്യൂട്ടബിളായ ഏറ്റവും ഗുഡ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ജോബ് അല്ലേ. ഗുഡ് ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് അക്യുറേറ്റ് ഇൻഫോർമേഷൻ. ഒരു ഡിസിഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ കഴിയുക, അതിന് വേണ്ട ഏറ്റവും ആധികാരികമായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. തെറ്റായതോ ബയസ്ഡ് ആയുള്ള ഡാറ്റാസ് അല്ല, ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനും ആവശ്യമുണ്ട്. ഇൻഫോർമേഷൻ ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും രക്തം, ജീവരക്തം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോർമേഷനാണ്. ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആപ്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇൻഫോർമേഷൻ ഈസ് ദ മോട്ടർ ദാറ്റ് മേക്സ് ദ മാനേജ്മെൻറ്റ് ഗോ. അതൊരു ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്. ഒരു മോട്ടർ പോലെയാണ്, മാനേജ്മെൻറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു മോട്ടർ പോലെയാണ് ഓരോ ഇൻഫോർമേഷനും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് വുഡ് ബി പവർലെസ് ടു ഡു എനിത്തിങ്. അപ്പോൾ ഇൻഫോർമേഷൻ ഇല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ അവസ്ഥ? എന്താണ് പവർലെസ് ആണ് അല്ലേ. എന്തെങ്കിലും ചെയ്യാൻ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു ടീമ് മാത്രമായി മാറും മാനേജ്മെൻറ്റ് വിത്തൗട്ട് ഇൻഫോർമേഷൻ അല്ലേ. ഇൻ ഓർഡർ ടു മേക്ക് ഇൻ്റലിജൻറ്റ് ഡിസിഷൻസ് മാനേജറിയൽ എക്കണോമിസ്റ്റ് വിൽ ഹാവ് ടു കളക്ട്, പ്രോസസ് ആൻഡ് യൂസ് ഇൻഫോർമേഷൻ. അപ്പോൾ വെറും ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, മിയർ ഡാറ്റ കിട്ടിയിട്ട് കാര്യമില്ല. ആ കിട്ടിയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്ത് അത് നമുക്ക് യൂസ്ഫുൾ ഇൻഫോർമേഷനാക്കി മാറ്റണം അല്ലേ. അതാണ് ഈ മാനേജറിയൽ എക്കണോമിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളും കൂടി അല്ലേ. ഇൻ ഓർഡർ ടു മേക്ക് ഇൻ്റലിജൻറ്റ് ഡിസിഷൻസ് മാനേജറിയൽ എക്കണോമിസ്റ്റ് വിൽ ഹാവ് ടു കളക്ട്, പ്രോസസ് ആൻഡ് യൂസ് ഇൻഫോർമേഷൻ. മാനേജറിയൽ എക്കണോമിസ്റ്റ് ക്യാൻ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു ഡിസൈഡ് അബൌട്ട് പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് ഇൻവെൻട്രി ഷെഡ്യൂൾസ്. അപ്പോൾ മെയിൻ ഡിസിഷൻസൊക്കെ ഏത് പാർട്ടിലാണ്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒരു മാനേജറിയൽ എക്കണോമിസ്റ്റ് എടുക്കുന്ന ഏറ്റവും വലിയ ഡിസിഷൻസ് എല്ലാം വരുന്നത് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടും, അതേപോലെ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടും, അതേപോലെ ഇൻവെൻട്രി പറഞ്ഞാൽ സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് ഷെഡ്യൂളിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒരു മാനേജറിയൽ എക്കണോമിസ്റ്റ് എടുക്കേണ്ടത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഡിസിഷനെയും ബാധിക്കുക. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിക്കകത്ത് തന്നെ നടക്കുന്ന ചില സംഭവങ്ങൾ, നമ്മുടെ ഡിസിഷനെ ബാധിക്കുന്ന ചില സംഭവങ്ങളാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാലോ നമ്മുടെ പരിധിക്ക് പുറത്ത്, അതായത് കമ്പനിയുടെ ഗേറ്റിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, പക്ഷെ നമുക്കതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ അല്ലേ. ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ദ ഗവൺമെൻറ് പോളിസി. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കാം? ഗവൺമെൻറ് പോളിസീസ് ഉണ്ട്, കോമ്പറ്റീഷൻ ഫേസ്ഡ് ബൈ ദ ഫേം, അതായത് മറ്റുള്ള നമ്മുടെ സെയിം പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യും. അതൊക്കെ എന്താണ്? നമുക്ക് പിടിച്ചു നിർത്താനോ നമുക്ക് ഇല്ലാണ്ടാക്കാനോ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഗവൺമെൻറ് പോളിസീസും അതുപോലെ തന്നെ എന്താണ്? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് എന്താണ് റൂള് പറയുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ് പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് പോളിസീസും കോമ്പറ്റീഷനും അതുപോലെ തന്നെ പ്രൈസസ് അല്ലേ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസസ്, നാഷണൽ ഇൻകം ആൻഡ് ഔട്ട്പുട്ട്, വോളിയം ഓഫ് ട്രേഡ്, ബിസിനസ് സൈക്കിൾ, ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, ദീസ് ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് മസ്റ്റ് ബി അനലൈസ്ഡ് കെയർഫുള്ളി. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ ആയി നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. അത് അനലൈസ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അക്യുറേറ്റ് ഡിസിഷൻ അതിനെക്കുറിച്ചൊക്കെ എടുക്കാൻ ഈ മാനേജറിയൽ എക്കണോമിസ്റ്റ് പരമാവധി കെയർ കൊടുക്കണം. He can assist the management in understanding
ദ ട്രെൻഡ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ഏറ്റവും നല്ലൊരു മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്താണ്, ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനും റൈറ്റ് ഡിസിഷൻ ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ എടുക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ചുള്ള ഡിസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് മാനേജ്മെൻറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ബ്രെയിൻ ആയിരിക്കണം എപ്പോഴും മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ. He should obtain and process information regarding the changes in price, volume of trade, government policies, competition. അപ്പോൾ എപ്പോഴും ഇദ്ദേഹം ഏതൊക്കെ ഡാറ്റാസിനെ കുറിച്ച് അവെയർ ആയിരിക്കണം? പ്രൈസസ് അല്ലേ, അതായത് മാർക്കറ്റിലെ ചേഞ്ചിങ് പ്രൈസസിനെ കുറിച്ച് ഇയാൾ അവെയർ ആയിരിക്കണം. എത്ര വോളിയൂം ഓഫ് ട്രേഡ് ഒരു മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇയാൾ അവെയർ ആയിരിക്കണം. പിന്നെ ഗവൺമെൻറ് നയങ്ങൾ, പോളിസീസ്, ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോഴും എടുക്കുന്ന പുതിയ നയങ്ങൾ, അതിനെക്കുറിച്ച് ഇയാൾ അവെയർ ആയിരിക്കണം. പിന്നെ ദ വെരി സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫേസിങ് ഫ്രം ദ കോമ്പറ്റീറ്റർ, അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഫേസ് ചെയ്യുന്ന കോമ്പറ്റീഷനെ കുറിച്ചും ഇദ്ദേഹം അവെയർ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മാനേജറിയൽ എക്കണോമിസ്റ്റ് ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള റോളുകൾ അല്ലേ. മാനേജറിയൽ എക്കണോമിസ്റ്റ് പ്രൊവൈഡ്സ് ദ മാനേജ്മെൻറ്റ് വിത്ത് എ നമ്പർ ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്. ദീസ് സ്ട്രാറ്റജീസ് ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷൻ. അപ്പം ഓരോ സിറ്റുവേഷനിലും ഓരോ തന്ത്രങ്ങൾ എടുക്കേണ്ടത് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഈ മാനേജീരിയൽ എക്കണോമിസ്റ്റാണ്. ദീസ് ഫെസിലിറ്റേറ്റ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ഓൾസോ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇൻഫർമേഷനും ഈ പറഞ്ഞൊരു ഗൈഡൻസും മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് അപ്രോപ്രിയേറ്റുള്ള പ്ലാനിങ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നു. മാനേജീരിയൽ എക്കണോമിസ്റ്റ് ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്. അപ്പോൾ മുന്നിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന അൺസർട്ടനിറ്റീസ്, അതായത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന, ബിസിനസ്സിന് സ്മൂത്തായിട്ട് നടക്കാതിരിക്കാൻ പറ്റാവുന്ന ചില സംഭവങ്ങൾ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവും ഇതേപോലെ തന്നെ മാനേജറിയൽ എക്കണോമിസ്റ്റിന് ഈ പറഞ്ഞ മാർക്കറ്റ് ട്രെൻഡ്സിനെ കുറിച്ച് ക്ലോസ് വാച്ച് ചെയ്തിരിക്കുന്ന ഈ മാനേജറിയൽ എക്കണോമിസ്റ്റിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഹി കോർഡിനേറ്റ്സ് ഫേംസ് ഡിസിഷൻ ഇൻ ട്യൂൺ വിത്ത് ചേഞ്ചിങ് ബിസിനസ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണ്, നമ്മുടെ ബിസിനസ് സിറ്റുവേഷൻ, ഹോൾ എക്കണോമിയിലെ ബിസിനസ് സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ ഫേമിനെ ട്യൂൺ ചെയ്യാൻ ഈ പറഞ്ഞ മാനേജറിയൽ എക്കണോമിസ്റ്റിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേജർ റോൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. എന്താണ് ആദ്യം പറയുന്നത്, ടു ഫോർസീ റിസ്ക്. അതായത് റിസ്ക് പറഞ്ഞാൽ എന്താണ് മുന്നിൽ വരാൻ പോകുന്ന റിസ്ക്, അൺസർട്ടനിറ്റീസ്, അത് മുൻകൂട്ടി കാണാൻ ഇദ്ദേഹത്തിന് കഴിയും. ടു അഡ്വൈസ് ദ ഫേം. ഒരുപാട് അഡ്വൈസസ് ഈ ഫേമിന് കൊടുക്കുന്നുണ്ട് ഈ മാനേജറിയൽ എക്കണോമിസ്റ്റ്. ഏതിനൊക്കെ കുറിച്ചിട്ട്? പ്ലാന്റ് ആൻഡ് മെഷീനറീസ് വാങ്ങുന്നതിനെക്കുറിച്ച്, എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനെക്കുറിച്ച്, അതേപോലെ എത്ര പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽസ് എത്ര പർച്ചേസ് ചെയ്യണം അതിനെക്കുറിച്ച്, എത്ര ഫിനാൻസ് നമ്മൾ യൂസ് ചെയ്യണം, അതേപോലെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷന് പോകണോ വേണ്ടയോ, അതേപോലെ മോഡേണൈസേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ, ഏതൊക്കെ ടെക്നോളജി യൂസ് ചെയ്യണം, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ഫേമിന് അഡ്വൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മാനേജറിയൽ എക്കണോമിസ്റ്റാണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്, സജസ്റ്റ് വേസ് ടു എക്സ്പാൻഡ് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് വിപുലീകരിക്കാൻ പറ്റുക, അതിനെക്കുറിച്ചുള്ള എല്ലാവിധ ഒരു ഫോർമുലാസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ റോളാണെന്നാണ് പറയുന്നത്. പിന്നെ റെക്കമെൻഡ് R&D പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഏതിനെങ്കിലും കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ, മാർക്കറ്റ് സ്റ്റഡി നടത്തണമെങ്കിൽ, പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അതിൽ കസ്റ്റമർ ബിഹേവിയറെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അതിനെക്കുറിച്ചുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തേണ്ടത് ഏത് സെഗ്മെൻറ്റിനെയാണ് എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ റോളാണെന്നാണ് പറയണത്. ദെൻ പ്രൊമോട്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ നമ്മുടെ ഫേമിനകത്തുള്ള എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ഗുഡ് ഹാർമോണിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യിക്കേണ്ടതും ഇദ്ദേഹത്തിൻ്റെ ഒരു റോളാണെന്നാണ് പറയുന്നത്. ദെൻ ആക്ട് ആസ് എ മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ ഒരു ഫ്രണ്ടായും ഫിലോസഫറായും ഗൈഡായും ഈ പറഞ്ഞ മാനേജറിയൽ എക്കണോമിസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു റോൾ അദ്ദേഹം വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇൻ്റഗ്രേറ്റ് വേരിയസ് പോളിസീസ്. അതായത് നമ്മളെടുക്കുന്ന നയങ്ങളും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഗവൺമെൻറ് പോളിസീസും അല്ലെങ്കിൽ ഏതെങ്കിലും പോളിസീസുമായിട്ടുള്ള അതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഒരു മിസ്മാച്ച് ഇല്ലാതെ നമ്മളെടുത്ത പോളിസീസും ഗവൺമെൻറ് നയങ്ങളുമായിട്ട് ഒരു മാച്ചും ഇല്ലാതെ ഇരിക്കാതിരിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കില്ല. ആ പോളിസീസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു റോളും
മാനേജറിയൽ എക്കണോമിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ഇൻ പ്രോഡക്റ്റ് ഡിസൈനിങ്, നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിക്കേണ്ട പ്രൊഡക്ഷൻ മുൻപേ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു പ്രോഡക്റ്റ് ഡിസൈനിങ് ചെയ്യുന്നതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് മാനേജറിയൽ എക്കണോമിസ്റ്റിനുണ്ട്. ടു ഇൻ്റർപ്രറ്റ് ചേഞ്ചിങ് സിനാരിയോ, അതായത് മാർക്കറ്റിൽ നടക്കുന്ന സീൻസ്, മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസും എന്ത് ചെയ്യാം, ഇൻ്റർപ്രറ്റ് ചെയ്യുക പറഞ്ഞാൽ മുൻകൂട്ടി തന്നെ അതിനെക്കുറിച്ച് കാണാം. അങ്ങനത്തെ ഇന്നൊക്കെ ചേഞ്ചസ് 5 വർഷം കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വരും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഈ പറഞ്ഞ മാനേജറിയൽ എക്കണോമിസ്റ്റിന് സാധിക്കും. അപ്പോൾ അത് അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു പോളിസി നമുക്ക് നമ്മുടെ ഇതിനകത്ത് കൊണ്ടുവരാം. ഓക്കെ. അനലൈസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് അല്ലേ. ഗവൺമെൻറ് പോളിസീസ്, അതുപോലെ കോമ്പറ്റീഷൻ, ചേഞ്ചിങ് പ്രൈസ് അല്ലേ, ഇതൊക്കെ എന്താണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, അനലൈസ് ചെയ്യുന്നതിനും ഒരു ഇമ്പോർട്ടൻ്റ് റോള് ഈ മാനേജറിയൽ എക്കണോമിസ്റ്റ് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദ മെയിൻ റോൾ ഓഫ് മാനേജറിയൽ എക്കണോമിസ്റ്റ്.